ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി പ്രതിഷേധം തുടർന്ന എസ്എഫ്ഐ തിരുവനന്തപുരം പട്ടം ജംഗ്ഷനിൽ വെച്ച് പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാട്ടി. ഡെന്റൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ ഗവർണർക്കെതിരെ എസ്എഫ്ഐ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു. ദീർഘകാലമായി തുടരുന്ന ദന്തൽ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയാണ് ഗവർണർ ഇന്ന് തിരുവനന്തപുരം ദന്തൽ കോളേജിലെത്തിയത്. 11:05 രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട ഗവർണർ 10 മിനിറ്റിനുള്ളിൽ മെഡിക്കൽ കോളേജിന് സമീപമുള്ള ദന്തൽ കോളേജിലെത്തി. ദന്തൽ കോളേജിന് എതിർവശത്ത് ഗവർണർക്കെതിരെ ബാനർ ഉയർത്തിയായിരുന്നു എസ്എഫ്ഐ പ്രതിഷേധം. ആശുപത്രി പരിസരമായതിനാൽ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങില്ലെന്ന് എസ്എഫ്ഐ നേരത്തെ അറിയിച്ചിരുന്നു. ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം ഔദ്യോഗികമായിട്ടുള്ള പരിപാടിക്കല്ല ഇവിടെ എത്തുന്നത്. അതുപോലെ തന്നെ ജനാധിപത്യപരമായി സമരം ചെയ്യാൻ തന്നെയാണ് എസ്എഫ്ഐയുടെ തീരുമാനം. വലിയ രീതിയിലേക്കുള്ള വിഷയത്തിലോട്ടൊന്നും ഔദ്യോഗിക പരിപാടിയല്ല, ഔദ്യോഗിക രീതിയിലല്ല എത്തുന്നത്. എന്നാലും വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധം ഇവിടെ അറിയിക്കും. 40 മിനിറ്റ് നേരത്തെ ചികിത്സയ്ക്ക് ശേഷം ഗവർണർ തിരിച്ചിറങ്ങി. മടങ്ങുവഴി പട്ടം ജംഗ്ഷനിൽ എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. നിലവിൽ രാജ്ഭവനിലുള്ള ഗവർണർക്ക് ഇന്നിനി പുറത്തു പരിപാടികളില്ല. ഈ മാസം 22 വരെ ഗവർണർ തിരുവനന്തപുരത്തുണ്ടാകും. ഗവർണർ പുറത്തിറങ്ങുമ്പോഴെല്ലാം പ്രതിഷേധിക്കുമെന്ന് എസ്എഫ്ഐ പ്രഖ്യാപിച്ചതോടെ സംഘർഷം അവസാനിക്കില്ലെന്ന് വ്യക്തമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.